നമസ്കാരം, സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം. എരുമപ്പെട്ടി മുട്ടിക്കൽ സെന്ററിന് സമീപം കാട്ടുപന്നി ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ടെമ്പോ ട്രാവലർ മരത്തിലിടിച്ച് യാത്രക്കാരായ 15 പേർക്ക് പരിക്ക്. ഇന്ന് പുലർച്ചെ 1:30 വടക്കാഞ്ചേരി ഗുരുവായൂർ സംസ്ഥാന പാതയിൽ എരുമപ്പെട്ടി മുട്ടിക്കലിലാണ് അപകടമുണ്ടായത്. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് പോകുകയായിരുന്ന പാലക്കാട് സ്വദേശികൾ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. പാലക്കാട് സ്വദേശികളായ രഞ്ജിത്ത്, അശ്വിൻ, നേത്ര, ബാലസുബ്രഹ്മണ്യൻ, കണ്ണൻ, അനുശ്രീ, സുവർണ എന്നിവരെ എരുമപ്പെട്ടി ആക്സ് ആംബുലൻസിലും സുകുമാരി, ലത, വിനോദ്, സുമതി, ഭാഗ്യു, ദീപ്ത, ഭരത്, രത്നകുമാർ എന്നിവരെ വടക്കാഞ്ചേരി ആക്സ് ആംബുലൻസിലും വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സാരമായി പരിക്ക് പറ്റിയ സുവർണ, രഞ്ജിത്ത്, വിനോദ്, ബാലസുബ്രഹ്മണ്യൻ, സുകുമാരി എന്നിവരെ പിന്നീട് തൃശൂർ ജൂബിലി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ചാലിശ്ശേരി കുന്നത്തേരി പൗർണമി കലാസമിതിയും ടി.പി. ഉണ്ണികൃഷ്ണൻ സ്മാരക വായനശാലയും ചേർന്ന് ടി.പി. ഉണ്ണികൃഷ്ണൻ മാഷ് അനുസ്മരണവും വിദ്യാർത്ഥി അനുമോദനവും നടത്തി. ശനിയാഴ്ച വൈകിട്ട് കുന്നത്തേരി ശ്രീകൃഷ്ണ ക്ഷേത്ര ഹാളിൽ നടന്ന ചടങ്ങ് ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റംല വീരാൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം വി. സന്ധ്യ അധ്യക്ഷയായി. NSS മുൻ സംസ്ഥാന കോർഡിനേറ്റർ ഡോക്ടർ രഞ്ജിത്ത് പയ്യഴി മുഖ്യാതിഥിയായി. KSCB വർക്കേഴ്സ് അസോസിയേഷൻ പട്ടാമ്പി ഡിവിഷൻ സെക്രട്ടറി ദിജീഷ് കെ അനുസ്മരണ പ്രഭാഷണം നടത്തി. ശ്രീകൃഷ്ണക്ഷേത്രം കമ്മിറ്റി ഭാരവാഹി വാസുദേവൻ പയ്യഴി, ജില്ലാ പഞ്ചായത്ത് അംഗം TK സുനിൽകുമാർ, തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അഖില, A. ദേവദാസ്, ശിവശങ്കരൻ, പ്രേമവത്സൻ, കുടുംബശ്രീ സെക്രട്ടറി ഉഷാചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. SSLC, +2, LSS, USS, മറ്റ് ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് വിശിഷ്ടാതിഥികളും പൗർണമി രക്ഷാധികാരി KA രാമകൃഷ്ണൻ, സെക്രട്ടറി KK പ്രഭാകരൻ, സുരേഷ് എന്നിവരും ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു. പഞ്ചായത്ത് അംഗം വി. സന്ധ്യയെ പൗർണമി രക്ഷാധികാരി KK കുമാരൻ ആദരിച്ചു. പൗർണമി പ്രസിഡന്റ് KC നിമേഷ് സ്വാഗതവും R. ഗായത്രി നന്ദിയും പറഞ്ഞു. പരിപാടികൾക്ക് രക്ഷാധികാരികളായ TS സുബ്രഹ്മണ്യൻ, KV രവീന്ദ്രൻ, യുവജനവേദി ഭാരവാഹികളായ ഋതുദേവ്, കാവ്യ എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളം നഗരസഭയുടെയും പൗരാവലിയുടെയും സംയുക്ത നേതൃത്വത്തിൽ ചിറളയത്ത് അമ്മാളു ശാന്തകുമാരിയുടെ 1ാം ചരമവാർഷിക ദിന അനുസ്മരണ പൊതുയോഗവും വിദ്യാർത്ഥികളെ അനുമോദിക്കലും നടന്നു. അമ്മാളു ശാന്തകുമാരി നഗരസഭയിൽ ഇഷ്ടദാനമായി നൽകിയ സ്ഥലത്ത് നിർമ്മിച്ച കിഴൂർ പകൽവീട്ടിൽ നടന്ന പരിപാടി കുന്നംകുളം നഗരസഭ ചെയർപേഴ്സൺ സൗമ്യ അനിൽ ഉദ്ഘാടനം ചെയ്തു. നഗരസഭയിലെ 3, 4, 5 വാർഡുകളിൽ നിന്നും SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ PG ജയപ്രകാശ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംഘാടക സമിതി കൺവീനർ KA അസീസ്, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ പുഷ്പ ജോൺ, മിനി മോൺസി, T. സോമശേഖരൻ, ആർഷ ജിജു, വാർഡ് കൗൺസിലർമാരായ രേഷ്മ സുനിൽ, VM ഷീബ, നഗരസഭാ സെക്രട്ടറി KK മനോജ് തുടങ്ങിയവർ പങ്കെടുത്തു. അന്താരാഷ്ട്ര പുരസ്കാര തിളക്കത്തിൽ വിദ്യാഭ്യാസ പ്രവർത്തകനും അധ്യാപകനുമായ MS ഷബീർ ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ് നൽകിയ അപ്രിസിയേഷൻ അവാർഡ് അദ്ദേഹം ഏറ്റുവാങ്ങി. തിരുവനന്തപുരത്ത് നടന്ന കൂടിക്കാഴ്ചയിലാണ് മുഖ്യമന്ത്രി VD സതീശനിൽ നിന്നും അവാർഡ് ഏറ്റുവാങ്ങിയത്. വിദ്യാഭ്യാസ രംഗത്ത് നടത്തിയ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായാണ് വടക്കേക്കാട് സ്വദേശിയായ ഷബീറിന് ഈ അന്താരാഷ്ട്ര ബഹുമതി ലഭിച്ചത്. പുരസ്കാരം സ്വീകരിക്കുന്നതിനോടൊപ്പം കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ കൂടുതൽ ആധുനികവും തൊഴിൽ കേന്ദ്രീകൃതവുമാക്കി മാറ്റുന്നതിനുള്ള വിവിധ നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന വിശദമായ റിപ്പോർട്ടും അദ്ദേഹം മുഖ്യമന്ത്രിക്ക് കൈമാറി. അധ്യാപകരായ അബ്ദുൾ മുഹീസ്, മുഹമ്മദ് റിയാസ്, തസ്ലീം, സലിം മാരാത്ത്, OM ജാബിർ എന്നിവർ സന്നിഹിതരായിരുന്നു. കേരള പ്രകൃതി സംരക്ഷണ സംഘം കൂറ്റനാട് കെന്റ് പബ്ലിക് സ്കൂളിൽ ലോക പരിസ്ഥിതി ദിന വാരാചരണം സംഘടിപ്പിച്ചു. ചാലിശ്ശേരി പോലീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ N. പ്രമോദ് ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പാൾ ജോബി പോൾ അധ്യക്ഷത വഹിച്ചു. പദ്ധതിയുടെ ഭാഗമായി പുറത്തിറക്കിയ ബ്രോഷർ പ്രകൃതി സംരക്ഷണ സംഘം പാലക്കാട് ജില്ലാ സെക്രട്ടറി പ്രദീപ് ചെറുവാശ്ശേരി സ്കൂൾ അധികൃതർക്ക് കൈമാറി. സംസ്ഥാന കോർഡിനേറ്റർ N. ഷാജി തോമസ് വൃക്ഷത്തൈ കൈമാറ്റം നടത്തി. സിവിൽ പോലീസ് ഓഫീസർ അബ്ദുൽ കരീം പരിസ്ഥിതി ദിന സന്ദേശം നൽകി. സിവിൽ പോലീസ് ഓഫീസർ T. ബെന്നി, അധ്യാപകരായ NS ഗീത, VM കാർത്തിക തുടങ്ങിയവർ സംസാരിച്ചു. പരിസ്ഥിതി ദിന ക്വിസ് മത്സരത്തിൽ വിജയികളായ ആദിത്യ മേനോൻ, ആദിദേവ്, ജയേഷ് എന്നിവർക്ക് സമ്മാനങ്ങൾ നൽകി. സ്കൂൾ അങ്കണത്തിൽ വൃക്ഷത്തൈ നട്ടുപിടിപ്പിച്ചു.
അഞ്ഞൂറങ്ങാടിയിലെ വിശുദ്ധ അന്തോണീസിന്റെ കപ്പേളയിൽ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. വൈകിട്ട് കത്തോലിക്ക ദേവാലയത്തിലെ കുർബാനയ്ക്ക് ശേഷം ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയോടെ കുരിശുപള്ളിയിലേക്ക് പ്രദക്ഷിണം നടന്നു. തുടർന്ന് കുരിശുപള്ളിയിൽ ലതീഞ്ഞ്, നൊവേന എന്നിവയ്ക്ക് ശേഷം നേർച്ചകൂട്ടും പായസ വിതരണവും ഉണ്ടായി. അഞ്ഞൂർ കത്തോലിക്ക പള്ളി വികാരി സിൻഡോ പാറയിൽ നേതൃത്വം നൽകി. തിരുനാളിനോടനുബന്ധിച്ച് രാഗദീപം, കൈരളി ബാൻഡ് സംഘങ്ങളുടെ ബാൻഡ് മേളവും അരങ്ങേറി. ചരമം പെരുമ്പിലാവ് ഒറ്റപ്പിലാവ് മണാളത്ത് വളപ്പിൽ പരേതനായ അബ്ദുൾ റഹ്മാൻ മകൻ അഹമ്മദ് ഉണ്ണി നിര്യാതനായി. 80 വയസ്സായിരുന്നു. റിട്ടയർഡ് KSEB ഉദ്യോഗസ്ഥനാണ്. ഖബറടക്കം ഒറ്റപ്പിലാവ് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടത്തി. സുലൈഖ ഭാര്യയും ഷാജഹാൻ, ഷീജ എന്നിവർ മക്കളുമാണ്. ഇതോടെ സ്പോർട് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.